പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂട് കാലത്തിനും റംസാനിനും പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്ക് ആയാലോ? വിശ്വവിഖ്യാതമായ മൊഹബത്ത് കാ ഷർബത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ ഡ്രിങ്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മടിക്കരുത്. ഇൻഗ്രീഡിയൻസിൻ്റെ എണ്ണത്തിൽ വളരെ കുറവും രുചിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കിടിലൻ ഡ്രിങ്കാണ് മൊഹബത്ത് കാ ഷർബത്ത്. കൃത്യമായ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അളവുകളൊന്നുമില്ല. രുചി നോക്കി നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നിശ്ചയിക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് തണ്ണിമത്തൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയരിഞ്ഞ് സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ മറ്റോ ഉടച്ചെടുക്കുക. ഇനി തണുപ്പിന് ആവശ്യമായ അത്രയും ഐസ് കട്ടകളും ചേർക്കുന്നു. ഇതിലെ അടുത്ത പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് റൂഹ് അഫ്സ. റൂഹ് അഫ്സ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു റോസ് സിറപ്പാണ്. ഇതിൻ്റെ മണവും രുചിയും ഒക്കെ പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറം നല്ലതാണ്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. ഇത് സൂപ്പർ മാർക്കറ്റ്സിലും ഓൺലൈനായിട്ടും എല്ലാം അവൈലബിൾ ആണ്. റൂഹ് അഫ്സ ഇല്ലാതെ മൊഹബത്ത് കാ ഷർബത്ത് ഉണ്ടാക്കാനും പറ്റില്ല. കൃത്യമായ അളവല്ലെങ്കിലും 4-5 ടേബിൾ സ്പൂണിൽ കുറയാതെ റൂഹ് അഫ്സ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. റൂഹ് അഫ്സയാണ് ഇതിൻ്റെ മധുരത്തിൻ്റെ പ്രധാന സ്രോതസ്സ്. അതുകൊണ്ട് മധുരം എത്ര വേണം എന്നത് ഒന്ന് രുചിച്ച് നോക്കിയ ശേഷം റൂഹ് അഫ്സയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. 1/2 കവറോളം പാല് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. 250 മുതൽ 300 ml വരെ. കൃത്യം അളവ് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എടുക്കുന്ന തണ്ണീർമത്തൻ്റെ അളവിനനുസരിച്ചാണ് ഇതെല്ലാം ചേർക്കേണ്ടത്. ഏറ്റവും ഒടുവിലായി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചിയ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ്. ഞാനിവിടെ ചിയ സീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത്രയും എല്ലാം ചേർത്ത് ഒന്ന് കൂട്ടി ഇളക്കി അപ്പോൾ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടി തണുപ്പിച്ചിട്ട് കുടിക്കാം. ചൂടുകാലത്തെ അല്ലെങ്കിൽ നോമ്പുകാലത്തെ സ്പെഷ്യലായ മൊഹബത്ത് കാ ഷർബത്ത് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. Bye bye.